ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ഒന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇടത്തോട്ട് തിരിയുക, ഇടത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. 15 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. 30 സെക്കൻഡ്സ് മാത്രമാണ് നമുക്ക് ടൈം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇടത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വലത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. വലത്തേക്കുള്ള വലിയ വളവ് നിരോധിച്ചിരിക്കുന്നു. യു ടേൺ നിരോധിത ചിഹ്നം. വലതുവശത്തേക്ക് തിരിയാനുള്ള അടയാളം. 15 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. യു ടേൺ നിരോധിത ചിഹ്നം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: വേഗത പരിധി മണിക്കൂറിൽ 2 കിലോമീറ്റർ. 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. 2 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. 2 മീറ്ററിൽ കൂടുതൽ ചുറ്റളവുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഈ ഒരു ചിഹ്നം സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനം ഇല്ല. അടുത്ത ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? 3.5 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് മാത്രം പ്രവേശനം. 3.5 മീറ്ററിൽ മുകളിൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനം. 3.5 മീറ്ററിൽ കൂടാത്ത ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനം. 3.5 മീറ്ററിൽ താഴെ വീതിയുള്ള വാഹനങ്ങൾക്ക് മാത്രം പ്രവേശനം. ആൻസർ ഓപ്ഷൻ സി ആണ്. 3.5 മീറ്ററിൽ കൂടാത്ത ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു, നിർത്തരുത്, പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു, പ്രവേശനം ഇല്ല. 15 സെക്കൻഡ്സ് ആയി. 50 സെക്കൻഡ്സ് ബാക്കി. ഈ ഒരു ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, ഈ ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: മുന്നിൽ വലത്തോട്ട് റോഡ്, നിർബന്ധിതമായി വലത്തേക്ക് തിരിയുക, വലത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു, നിർബന്ധമായി വലതുവശം ചേർന്ന് പോകുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. നിർബന്ധിതമായി വലത്തേക്ക് തിരിയുക. ഓപ്ഷൻ ബി, നിർബന്ധിതമായി വലത്തേക്ക് തിരിയുക. ഏഴാമത്തെ ചോദ്യം, പകൽ സമയത്ത് നിങ്ങൾ എപ്പോഴാണ് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കേണ്ടത്? ഓപ്ഷൻസ്: കാഴ്ച കുറഞ്ഞ പ്രദേശത്തും ഹൈവേകളിലും, നാട്ടുവഴികളിൽ, ഇടുങ്ങിയ തെരുവുകളിൽ, അടിയന്തര അവസ്ഥയിൽ. ഹെഡ്ലൈറ്റ് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. കാഴ്ച കുറഞ്ഞ പ്രദേശത്തും ഹൈവേകളിലും ഹെഡ്ലൈറ്റ് ഉപയോഗിക്കേണ്ടത്. എട്ടാമത്തെ ചോദ്യം, രണ്ട് വരിപ്പാതയുടെ അടിസ്ഥാന നിയമം. ഓപ്ഷൻസ്: ഓവർടേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇടത് ലൈനിൽ തന്നെ തുടരുക, ഏറ്റവും കുറഞ്ഞ ട്രാഫിക്കുള്ള പാത നിലനിർത്തുക, ഉയർന്ന വേഗതയിൽ എല്ലായ്പ്പോഴും വലതുപാതയിൽ തുടരുക, മധ്യ ലൈനിലൂടെ ഡ്രൈവ് ചെയ്യുക. 15 സെക്കൻഡ്സ് ആയി. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓവർടേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇടത് ലൈനിൽ തന്നെ തുടരുക എന്നാണ് രണ്ട് വരിപ്പാതയുടെ അടിസ്ഥാന നിയമം. അടുത്ത ചോദ്യം, ഒമ്പതാമത്തെ ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതാണ് ഓരോ വാഹനത്തിനും നിയമപരമായിട്ടുള്ള ആവശ്യകത? ഓപ്ഷൻസ്: പ്രഥമ ശുശ്രൂഷ കിറ്റ്, സ്പെയർ വീൽ, ഓഡിയോ സിസ്റ്റം, സീറ്റ് ബെൽറ്റ്. ക്വസ്റ്റ്യനും ഓപ്ഷനും വായിച്ച് കഴിയുമ്പോഴേക്കും 50 സെക്കൻഡ്സ് ആയി. ഇനി അടുത്ത 50 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. ഓൺലി 30 സെക്കൻഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രഥമ ശുശ്രൂഷ കിറ്റ്. പബ്ലിക് സർവീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്ന അപകടകരമായ വസ്തുക്കൾ എന്തൊക്കെയാണ്? സ്ഫോടക വസ്തുക്കൾ, വാഹനങ്ങളുടെ ഇന്ധനവും ലൂബ്രിക്കൻറ്റും, ചെറിയ ആയുധങ്ങളുടെ സുരക്ഷിതമായ പാക്ക് ചെയ്ത കാട്രിഡ്ജ്, ഗ്യാസ് സിലിണ്ടർ. പബ്ലിക് സർവീസ് വാഹനത്തിൽ കൊണ്ടുപോകാവുന്ന അപകടകരമായ വസ്തുക്കൾ ഏതൊക്കെയാണ്?
ഓപ്ഷൻ ബി ആണ് ആൻസർ. വാഹനങ്ങളുടെ ഇന്ധനവും ലൂബ്രിക്കൻറ്റും. ഓപ്ഷൻ ബി. 11ാമത്തെ ചോദ്യം. വാഹനത്തിൽ LPG ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസ്. നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. ഇന്ധനമാറ്റം അനുവദനീയമല്ല. ആധുനിക LPG ഇൻബിൽഡ് മോഡലുകളുടെ കാര്യത്തിൽ പോലും ഉപയോഗിക്കാൻ കഴിയില്ല. അധികാരികളുടെ സാക്ഷ്യപത്രത്തിന് ശേഷം ഉപയോഗിക്കാം. വാഹനത്തിൽ LPG ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അധികാരികളുടെ സാക്ഷ്യപത്രത്തിന് ശേഷം ഉപയോഗിക്കാം. 12ാമത്തെ ചോദ്യം. കെട്ടിവലിക്കുന്നത് ഡേഷിന് മാത്രം അനുവദനീയമാണ്. ഓപ്ഷൻസ്. മെക്കാനിക്കലി ഡിസേബിൾഡ് അല്ലെങ്കിൽ അപൂർണമായി അസംബിൾ ചെയ്ത മോട്ടോർ വാഹനങ്ങൾ, രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ, രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. കെട്ടിവലിക്കുന്നത് എന്തിനാണ് അനുവദനീയമായത്? ആൻസർ ഓപ്ഷൻ എ ആണ്. മെക്കാനിക്കലി ഡിസേബിൾഡ് ആയ അല്ലെങ്കിൽ അപൂർണമായി അസംബിൾ ചെയ്ത മോട്ടോർ വാഹനങ്ങളാണ്. അടുത്ത 12ാമത്തെ ചോദ്യം കഴിഞ്ഞു. 13. ഒരു സംസ്ഥാനത്ത് നൽകിയ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് സാധുവാണ് എവിടെ? ഇന്ത്യയിലുടനീളം, ലോകമെമ്പാടും, ഇഷ്യൂ ചെയ്ത സംസ്ഥാനത്ത്, ഇന്ത്യയിലുടനീളം, പരസ്പര കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഒരു സംസ്ഥാനത്ത് നൽകിയ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് സാധുവാണ് എവിടെ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യയിലുടനീളം ഒരു സംസ്ഥാനത്ത് നൽകിയ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം. 14ാമത്തെ ചോദ്യം. നിങ്ങൾക്ക് ഒരേ സമയം എത്ര ലൈസൻസ് വരെ കയ്യിൽ വെക്കാം? ഓപ്ഷൻസ്. പരമാവധി 3 ലൈസൻസ്, ഒന്നിലധികം തരം വാഹനങ്ങൾ ഓടിക്കാവുന്ന ഒറ്റ ലൈസൻസ്, എത്ര ലൈസൻസും ആകാം, എന്നിരുന്നാലും ഓരോ ലൈസൻസിനും ഒരു ക്ലാസ് വാഹനത്തെ മാത്രം അനുവദിക്കും. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒന്നിലധികം തരം വാഹനങ്ങൾ ഓടിക്കാവുന്ന ഒറ്റ ലൈസൻസ്. 15ാമത്തെ ചോദ്യം. ഒരു വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് എന്നാൽ എന്ത്? വാഹനത്തിന് ഒരു സർക്കിൾ തിരിക്കുന്നതിന് വേണ്ടി സ്റ്റിയറിംഗ് വീലിൻ്റെ തിരിവുകളുടെ എണ്ണം, ഒരു കോർണർ തിരിയുന്നതിന് വേണ്ടി വാഹനം തിരിയുന്നത്, ഒരു വാഹനം വട്ടം തിരിയാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ കുറഞ്ഞ ദൂരം, ഇടത്തുനിന്ന് വലത്തോട്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ തിരിവുകളുടെ എണ്ണം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒരു വാഹനം വട്ടം തിരിയാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ കുറഞ്ഞ ദൂരം. ടേണിംഗ് റേഡിയസ്. 16ാമത്തെ ചോദ്യം. വിവരദായക ഇൻഫോർമേറ്ററി ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി ഉണ്ട്. കുറച്ച് ചിഹ്നങ്ങളും തന്നിട്ടുണ്ട്. ഇതിൽ വിവരദായകം ഏതാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇൻഫോർമേറ്ററി വിവരദായകം. 17ാമത്തെ ചോദ്യം. ഇരു സൈഡിലും പാർക്ക് ചെയ്യാമെന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഇരു സൈഡിലും പാർക്ക് ചെയ്യാം. ഓപ്ഷൻ എ ആണ് ആൻസർ. പാർക്കിംഗ് ബോർഡ് ഉണ്ട്. ഇരുവശത്തേക്കും 2 ചിഹ്നങ്ങൾ ഏറോ നൽകിയിട്ടുണ്ട്. ഇരുവശത്തും പാർക്ക് ചെയ്യാമെന്ന് സൂചിപ്പിക്കുന്ന ബോർഡ് ഓപ്ഷൻ എ ആണ്. 18ാമത്തെ ചോദ്യം. മോട്ടോർ സൈക്കിളുകൾക്കും സ്കൂട്ടറുകൾക്കുള്ള പാർക്കിംഗ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? മോട്ടോർ സൈക്കിളുകൾക്കും സ്കൂട്ടറുകൾക്കുമുള്ള പാർക്കിംഗ്. മോട്ടോർ സൈക്കിളും സ്കൂട്ടറും, വെറും സൈക്കിളല്ല, മോട്ടോർ സൈക്കിൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ. പാർക്കിംഗ്. ഇനി 19ാമത്തെ ചോദ്യം നോക്കാം. ക്യാരേജ് വേ എന്നാൽ എന്ത്? വാഹനഗതാഗതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന റോഡിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഭാഗങ്ങളോ. മീഡിയൻ ഉൾപ്പെടെ മുഴുവൻ റോഡും. റോഡിൻ്റെ ഒരു ഭാഗം കാൽനട പാത കൂടി ഉൾപ്പെടുന്നത്. സ്റ്റേജ് ക്യാരേജുകൾക്ക് മാത്രമായുള്ള പാത. ക്യാരേജ് വേ എന്നാൽ എന്ത്? ഓപ്ഷൻ എ ആണ് ആൻസർ. വാഹനഗതാഗതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന റോഡിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഭാഗങ്ങളോ. 20ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. റൈഡർ എന്നാൽ ആരാണ്? ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഡ്രൈവർ അല്ലാത്ത യാത്രക്കാർ, ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഡ്രൈവർ, മോട്ടോർ സൈക്കിളിൽ ഡ്രൈവർ ഉൾപ്പെടെയുള്ള യാത്രക്കാർ, ഒരു വാഹനത്തിന് ഡ്രൈവർ ഉൾപ്പെടെയുള്ള യാത്രക്കാർ. റൈഡർ എന്നാൽ ആരാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്.
ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഡ്രൈവർ അല്ലാത്ത യാത്രക്കാർക്കാണ് റൈഡർ എന്ന് പറയുന്നത്. 21ാമത്തെ ചോദ്യം നോക്കാം. ഏതെങ്കിലും റോഡ് ഉപയോക്താവിനേക്കാൾ റോഡിലുള്ള മുൻഗണനയെ ഡേഷ് എന്ന് പറയാം. ഓപ്ഷൻസ്: VIP വാഹനം, റൈറ്റ് ഓഫ് വേ, ആംബുലൻസും ഫയർ ട്രക്കും മാത്രം. റോഡ് ഉപയോക്താവിനേക്കാൾ റോഡിലുള്ള മുൻഗണനയെ എന്ത് പറയാം? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, റൈറ്റ് ഓഫ് വേ. ഒരു ട്രാഫിക് സിഗ്നലിൽ പച്ച ലൈറ്റ് കത്തിക്കിടപ്പുണ്ടെങ്കിലും യൂണിഫോം ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചാൽ. ഓപ്ഷൻസ്: യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കണം, അനുസരിക്കാതെ മുന്നോട്ട് പോകാം, അനുസരിക്കാതെ കരുതലോടെ സാവധാനം നീങ്ങാം, ഡ്രൈവർക്ക് മറ്റെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകാം. പച്ച ലൈറ്റ് കത്തിക്കിടപ്പുണ്ടെങ്കിലും ഉദ്യോഗസ്ഥൻ കൈ കാണിച്ചാൽ. ആൻസർ ഓപ്ഷൻ എ ആണ്. പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കണം, യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥനെ അനുസരിക്കണം. അടുത്ത ചോദ്യം: ഒരു ഡ്രൈവർ ടണലിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: ഹെഡ്ലൈറ്റ് ഹൈ ബീം ഓണാക്കുക, ഓവർടേക്കും യൂട്ടേണും റിവേഴ്സും ചെയ്യരുത്, ലോ ബീം ഓണാക്കുക, ഓവർടേക്ക് യൂട്ടേൺ റിവേഴ്സ് ചെയ്യരുത്, പാർക്കിംഗ് ലാമ്പ് ഓണാക്കുക, ഓവർടേക്കും യൂട്ടേണും റിവേഴ്സും ചെയ്യരുത്, ഹോൺ മുഴക്കുക, ഓവർടേക്കും യൂട്ടേണും റിവേഴ്സും ചെയ്യരുത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഹെഡ്ലൈറ്റ് ലോ ബീം ഓണാക്കുക, ഓവർടേക്കും യൂട്ടേണും റിവേഴ്സും ചെയ്യരുത്. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 19 പ്രകാരം അയോഗ്യതയ്ക്കോ ലൈസൻസ് റദ്ദാക്കുന്നതിനോ ഒരു കാരണമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക, കള്ളത്തരത്തിലോ തെറ്റായി ചിത്രീകരിച്ചോ ലൈസൻസ് നേടുക, അനുവദനീയമായ പ്രായത്തിനു മുമ്പ് ലൈസൻസ് നേടുക, ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം പൊതുനിരത്തിൽ ഓടിക്കുക. ഒരു കാരണമല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം പൊതുനിരത്തിൽ ഓടിക്കുക. ആൻസർ. അടുത്ത ചോദ്യം: വേഗപരിധി ലംഘിച്ച് ഓവർ സ്പീഡ് ലൈറ്റ് മോട്ടോർ വാഹനം ഓടിച്ചു അല്ലെങ്കിൽ ഓടിക്കാൻ അനുവദിച്ചു, ഓടിക്കാൻ കാരണമാകുകയോ ചെയ്താൽ പരമാവധി പിഴ. ഓപ്ഷൻസ്: 400 രൂപ, 900 രൂപ, 2000 രൂപ, 3000 രൂപ. ഓപ്ഷൻ സി 2000 രൂപയാണ് പിഴ. അടുത്ത ചോദ്യം എന്താന്ന് നോക്കാം. വേഗപരിധി ലംഘിച്ച് ഓവർ സ്പീഡ് മീഡിയം മോട്ടോർ വാഹനം ഓടിച്ചു, ഓടിക്കാൻ അനുവദിച്ചു, ഓടിക്കാൻ കാരണമാക്കുകയോ ചെയ്താൽ പരമാവധി പിഴ എത്രയാണ്? 5000 രൂപ, 4000 രൂപ, 3000 രൂപ, 1500 രൂപ പിഴ. ആൻസർ ഓപ്ഷൻ ബി, 4000 രൂപ പിഴ. അടുത്ത ചോദ്യം: പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ഹെൽമെറ്റ് ധരിക്കാതെ പിലിയൻ ഡ്രൈവറെ കയറ്റുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ. 500 രൂപ, 1000 രൂപ, 1500 രൂപ, 2000 രൂപ. ആൻസർ ഓപ്ഷൻ ബി, 1000 രൂപ പിഴ. അടുത്ത ചോദ്യം നോക്കാം. നിങ്ങളൊരു അപകട സ്ഥലത്ത് എത്തുവെന്നോ എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഓപ്ഷൻസ്: പോലീസിനെ വിളിക്കുക, മറ്റ് ട്രാഫിക്കിന് മുന്നറിയിപ്പ് നൽകുക, ആംബുലൻസ് വിളിക്കുക, മുകളിൽ പറഞ്ഞവയെല്ലാം. നിങ്ങളൊരു അപകട സ്ഥലത്ത് എത്തുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, മറ്റ് ട്രാഫിക്കിന് മുന്നറിയിപ്പ് നൽകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ലെവലിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ അപകടങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ എന്തൊക്കെയാണ്? ഓപ്ഷൻസ്: ഡ്രൈവർമാരുടെ അശ്രദ്ധ, വാഹനത്തിൻ്റെ തകരാർ, ദുഷ്കരമായ റോഡ് കാരണമോ അല്ലെങ്കിൽ കാലാവസ്ഥാ സാഹചര്യങ്ങൾ മൂലമോ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഈ 3 കാരണങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.